ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചെറിയ അധ്യായങ്ങൾ പാർട്ട് 14. ഓക്കെ, 66ാമത്തെ അധ്യായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായം. ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ്? തമിഴ്നാട്ടിലെ പോർട്ടാനോവയിലാണ്. ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല തമിഴ്നാട്ടിലെ പോർട്ടാനോവോ 1830 1830. ആദ്യ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി ഏതാണ്? ടിസ്കോയാണ്. ടിസ്കോ ജംഷഡ്പൂർ. ആദ്യ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ ജംഷഡ്പൂർ. ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ ആണ്. ബൊക്കാറോ ജാർഖണ്ഡ്. 1964. 1964. ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഭിലായ് ആണ്. ഛത്തീസ്ഗഡിലെ ഭിലായ്. ഇന്ത്യയിൽ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? സെയിൽ ആണ്. SAIL, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. സെയിൽ എന്നാണ് നിലവിൽ വന്നത്? 1954. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഓക്കെ, സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ 1954 ന്യൂഡൽഹി. ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ടിസ്കോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സുവർണരേഖ നദിയുടെ തീരത്താണ്. ടിസ്കോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല എവിടെയായിരുന്നു? ജംഷഡ്പൂർ ആണ്. ജംഷഡ്പൂർ. ഓക്കെ, വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് തീരത്താണ്? ഏത് നദിയുടെ തീരത്താണ്? ഭദ്രാവതി നദിയുടെ തീരത്താണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് തണ്ടുല നദിയുടെ തീരത്താണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് തണ്ടുല നദിയുടെ തീരത്താണ്. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റീൽ പ്ലാന്റ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആണ്. കടൽ തീരത്തിനടുത്തുള്ള സ്ഥിതി ചെയ്യുന്ന സ്റ്റീൽ പ്ലാന്റ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റീൽ പ്ലാന്റ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ഓക്കെ, സ്റ്റീൽ പ്ലാന്റ് സംസ്ഥാനം സംസ്ഥാനം വർഷം പഞ്ചവത്സര പദ്ധതി. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സംസ്ഥാനം ഛത്തീസ്ഗഡ്. സഹായം റഷ്യ. വർഷം 1959. പഞ്ചവത്സര പദ്ധതി 2 സ്റ്റീൽ പ്ലാന്റ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സംസ്ഥാനം എവിടെയാ? ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിലാണുള്ളത്. സഹായം ബ്രിട്ടന്റെ സഹായം ലഭിച്ചിരുന്നു 1959 തന്നെയാണ്. പഞ്ചവത്സര പദ്ധതി 2. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണുള്ളത്. ജർമ്മനിയുടെ സഹായം ലഭിച്ചിരുന്നു 1959. പഞ്ചവത്സര പദ്ധതി 2. ബൊക്കാറോ ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ് സംസ്ഥാനം. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായം ലഭിച്ചിരുന്നു. അപ്പോൾ ഭിലായിക്കും അതേപോലെ ബൊക്കാറോയ്ക്കും റഷ്യയുടെ സഹായം ലഭിച്ചിരുന്നു. 1964 നിലവിൽ വന്നത്. പഞ്ചവത്സര പദ്ധതി 3. ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് കമ്പനി ഏതാണ്? കുൾട്ടിയാണ്. കുൾട്ടി വെസ്റ്റ് ബംഗാളിലെ കുൾട്ടിയാണ് ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് കമ്പനി. 1870 നിലവിൽ വന്നത്. ഓക്കെ, ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് തമിഴ്നാട്ടിലെ പോർട്ടാനോവോ 1830. പക്ഷെ ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് കമ്പനി എന്ന് ചോദിച്ചാൽ കുൾട്ടിയാണ്. കുൾട്ടി വെസ്റ്റ് ബംഗാളിലെ കുൾട്ടി 1870. പാരാദ്വീപിലെ പോസ്കോ സ്റ്റീൽ പ്ലാന്റ് ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെയാണ്. പാരാദ്വീപിലെ പോസ്കോ സ്റ്റീൽ പ്ലാന്റ്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സഹായത്തോടെ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സഹായത്തോടെ. ഓക്കെ, വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് റഷ്യ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് 67ാം അധ്യായമാണ്. കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ് ഇവയുള്ള ഡിഫറൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം കോൺവെക്സ് ലെൻസ് ഉത്തല ലെൻസ് ആണ്. ഉത്തല ലെൻസ് സംവ്രജന ലെൻസ്. മാഗ്നിഫയിങ് ലെൻസ് എന്ന് അറിയപ്പെടുന്നു. കോൺവെക്സ് ലെൻസ് മാഗ്നിഫയിങ് ലെൻസ് എന്നറിയപ്പെടുന്നു. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, മധ്യഭാഗത്ത് കൂടി കൂടുതൽ വശങ്ങൾ ഇടുങ്ങിയത്. മധ്യഭാഗത്ത് കട്ടി കൂടുതൽ വശങ്ങൾ ഇടുങ്ങിയത്. ഇതാണ് കോൺവെക്സ്. ഓക്കെ, പവർ ഈസ് ഈക്വൽ ടു പോസിറ്റീവ്. പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാണ്.
പ്രതിബിംബം യാഥാർത്ഥവും തല കീഴായതുമാണ്. ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്? വസ്തുക്കളെ വലുതായി കാണാൻ ടെലിവിഷൻ, ക്യാമറ, പ്രൊജക്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്നു. ബർണിംഗ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്നു. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. വാച്ച് നന്നാക്കാൻ ലെൻസായി ഉപയോഗിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കോൺകേവ് ലെൻസ് ആണ്. അവതല ലെൻസ് ആണ്. കോൺവെക്സ് ഉത്തല ലെൻസ്, കോൺകേവ് അവതല ലെൻസ്. അതുപോലെ വിവ്രജന ലെൻസ് ആണ്. കോൺവെക്സോ സംവ്രജന ലെൻസ് ആണ്. കോൺകേവ് എന്ന് പറയുന്നത് വിവ്രജന ലെൻസ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഓക്കെ, കോൺവെക്സ് ലെൻസ് ഉത്തല ലെൻസ്, സംവ്രജന ലെൻസ്, മാഗ്നിഫൈങ് ലെൻസ് എന്നും അറിയപ്പെടുന്നു. കോൺകേവ് ലെൻസ്, അവതല ലെൻസ്, വിവ്രജന ലെൻസ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. കോൺകേവ് ലെൻസ് ഹ്രസ്വ ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു, അതായത് മയോപ്പിയ. മധ്യഭാഗത്ത് ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതുമാണ് കോൺകേവ് ലെൻസ്. ഓക്കെ, മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതും. പവർ നെഗറ്റീവ് ആണ്. പവർ ഈസ് ഇക്വൽ ടു നെഗറ്റീവ്. കോൺകേവിന്റെ പവർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. സാങ്കല്പികവും നിവർന്നതും ആയിരിക്കും. സാങ്കല്പികവും നിവർന്നതും ആയിരിക്കും. ഓക്കെ, ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നു. അതുപോലെ ഗലീലിയൻ ടെലിസ്കോപ്പിൽ ഐ ലെൻസ് ആയി ഉപയോഗിക്കുന്നു. ഓക്കെ, 68-ാം അധ്യായമാണ് അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ. ഓക്കെ, അരുണം എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണ്. ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്, WBC. അപ്പൊ അരുണ രക്താണുക്കൾ ശാസ്ത്രീയ നാമം എന്താ? എറിത്രോസൈറ്റ്സ് എന്നാണ്. എറിത്രോസൈറ്റ്സ് RBC ആണ്. എറിത്രോസൈറ്റ്സ് RBC. ആയുസ് എത്രയാണ്? 120 ദിവസമാണ്. 120 ദിവസം. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്? പോളിസൈത്തീമിയ. പോളിസൈത്തീമിയ. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം പോളിസൈത്തീമിയാണ്. 1 മില്ലി ലിറ്ററിൽ 45 to 60 ലക്ഷം വരെയുണ്ട്. 1 മില്ലി ലിറ്ററിൽ 45 to 60 ലക്ഷം വരെയുണ്ട്. ശ്വസനവാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെടുന്നു. ശ്വസനവാതകങ്ങളുടെ സംവഹനവുമായി RBC ബന്ധപ്പെടുന്നു. അരുണ രക്താണുക്കൾ രൂപം കൊള്ളുന്നത്. അസ്ഥിമജ്ജ നശിപ്പിക്കപ്പെടുന്നത് ഈസ് ഈക്വൽ ടു കരൾ പ്ലീഹ. അരുണ രക്താണുക്കൾ രൂപം കൊള്ളുന്നത് റിസൾട്ട് ചെയ്യുന്നത് എന്തിലേക്കാണ്? അസ്ഥിമജ്ജ നശിപ്പിക്കുന്നതിലേക്കാണ്. അസ്ഥിമജ്ജ നശിപ്പിക്കപ്പെട്ടാൽ ഇതിനൊക്കെയാണ് ബാധിക്കുക? കരളിനെയും പ്ലീഹയെയും. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് പ്ലീഹയാണ്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് ഏതാണ്? പ്ലീഹ. മർമ്മം ഇല്ലാത്ത രക്തകോശം ഏതാണ്? RBC ആണ്. അരുണ രക്താണുക്കളാണ്. നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? മർമ്മം ഇല്ലാത്ത രക്തകോശം. നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ B9, B12 അരുണ രക്താണുക്കളിലുണ്ട്. ഓക്കെ, ശ്വേതരക്താണുക്കൾ WBC ആണ്, വൈറ്റ് ബ്ലഡ് സെൽസ്. ശാസ്ത്രീയ നാമം എന്താ? ലൂക്കോസൈറ്റ് ആണ്. ലൂക്കോസൈറ്റ്. RBC എറിത്രോസൈറ്റ്. ഓക്കെ, WBCന്റെ ആയുസ് എത്രയാണ്? 10 to 15 ദിവസമാണ്. 10 to 15 ദിവസം. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുന്ന അവസ്ഥ ലുക്കീമിയയാണ്. ലുക്കീമിയ, രക്താർബുദം. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഉൽപാദനം അമിതമായി കൂടുന്ന അവസ്ഥ ലുക്കീമിയ, രക്താർബുദം. അളവ് കുറയുന്ന അവസ്ഥ, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ അളവ് കുറയുന്ന അവസ്ഥയെ ലുക്കോപീനിയ. ലുക്കോപീനിയയാണ്. WBC 1 മില്ലി ലിറ്ററിൽ 5000 to 10000 വരെ ഉണ്ട്. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നു. പ്രധാന ശ്വേതരക്താണുക്കൾ 5 തരം. ഏതൊക്കെയാണത്? ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേത രക്താണു മോണോസൈറ്റ് ആണ്. ഏറ്റവും വലിയ ശ്വേത രക്താണു മോണോസൈറ്റ്. അതായത് ഏറ്റവും വലിയ WBC ഏതാണ്? മോണോസൈറ്റ് ആണ്. ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറിയ WBC എന്ന് പറയുന്നത് ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും ചെറിയ WBC ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നു. ഏതാണ്? WBC. ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ലിംഫോസൈറ്റ് ആണ്. HIV വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ലിംഫോസൈറ്റ് ആണ്. HIV വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ലിംഫോസൈറ്റ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രധാന കായിക ഇനങ്ങളും ട്രോഫികളും. പ്രധാന കായിക ഇനങ്ങളും ട്രോഫികളും.
ഓക്കെ, ഒന്നാമത്തെ ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രോഫീസ് ഏതൊക്കെയാണ്? രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, ആഷസ് ട്രോഫി, ഇറാനി ട്രോഫി, ചാമ്പ്യൻസ് ട്രോഫി, CK നായിഡു ട്രോഫി, വിസ്ഡൻ ട്രോഫി, GD ബിർള ട്രോഫി. ക്രിക്കറ്റ് രഞ്ജി ട്രോഫി, രഞ്ജി, ദുലീപ്, ആഷസ്, ഇറാനി, ചാമ്പ്യൻസ്, CK നായിഡു, വിസ്ഡൻ, GD ബിർള ട്രോഫീസ്. ഓക്കെ, 8 ട്രോഫീസ് ആണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫുട്ബോൾ ട്രോഫീസ്. ഏതൊക്കെയാണ്? സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ. ഡ്യൂറന്റ് ട്രോഫി ഫുട്ബോൾ കപ്പ്, ഫുട്ബോൾ സന്തോഷ് ട്രോഫി. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ആണ്. കോപ്പ അമേരിക്ക ഫുട്ബോൾ റിലേറ്റഡ് ആണ്. കോൺഫെഡറേഷൻ കപ്പ് ഫുട്ബോൾ റിലേറ്റഡ്. യൂറോ കപ്പ് ഫുട്ബോള്. UEFA കപ്പ് ഫുട്ബോള്. റോവേഴ്സ് കപ്പ് ഫുട്ബോള്. FA കപ്പ് ഫുട്ബോള്. അപ്പൊ ഫുട്ബോൾ ഏതൊക്കെയാണ്? സന്തോഷ്, ഡ്യൂറന്റ്, കോപ്പ, കോൺഫെഡറേഷൻ, യൂറോ, UEFA, റോവേഴ്സ്, FA കപ്പ്. നെക്സ്റ്റ് ഹോക്കിയാണ്. ഹോക്കി റിലേറ്റഡ് കപ്സ് ഏതൊക്കെയാണ്? അഘാഖാൻ കപ്പ്, രംഗസ്വാമി കപ്പ്, സുൽത്താൻ അസ്ലാം ഷാ കപ്പ്, ബെയ്റ്റൻ കപ്പ്, ധ്യാൻചന്ദ് കപ്പ്, മുരുഗപ്പ് ഗോൾഡ് കപ്പ്, ഗുരുനാനാക്ക് കപ്പ്, കുപ്പുസ്വാമി നായിഡു കപ്പ്, ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ്. ആഘാഖാൻ കപ്പ്, രംഗസ്വാമി കപ്പ്, സുൽത്താൻ അസ്ലം ഷാം കപ്പ്, ബെയ്റ്റൻ കപ്പ്, ധ്യാൻചന്ദ് കപ്പ്, മുരുഗപ്പ് ഗോൾഡൻ കപ്പ്, ഗുരുനാനാക്ക് കപ്പ്, കുപ്പുസ്വാമി നായിഡു കപ്പ്, ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ്. ഇവയെല്ലാം ഹോക്കി റിലേറ്റഡ് ആണ്. തോമസ് കപ്പ്, യൂബർ കപ്പ്, സുധീർമാൻ കപ്പ്, അഗർവാൾ കപ്പ്, ഇവയൊക്കെ എന്ത് റിലേറ്റഡ് ആണ്? ബാഡ്മിന്റൺ റിലേറ്റഡ് ആണ്. ബാഡ്മിന്റൺ റിലേറ്റഡ് കപ്സ് ഏതൊക്കെയാണ്? തോമസ് കപ്പ്, യൂബർ, സുധീർമാന്, അഗർവാൾ കപ്പ്. തോമസ് കപ്പ്, യൂബർ കപ്പ്, സുധീർമാൻ കപ്പ്, അഗർവാൾ കപ്പ് ബാഡ്മിന്റൺ റിലേറ്റഡ്. ഡേവിസ് കപ്പും അതേപോലെ ആൾ ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പും എന്ത് റിലേറ്റഡ് ആണ്? ടെന്നീസ് റിലേറ്റഡ് ആണ്. ഡേവിസ് കപ്പും ഓൾ ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പ് കപ്പും ടെന്നീസ് റിലേറ്റഡ്. ഓക്കെ, വില്യം ജോൺസ് കപ്പ്, BC ഗുപ്ത ട്രോഫി, SM അർജുന ട്രോഫി ബാസ്കറ്റ്ബോൾ റിലേറ്റഡ് ആണ്. വില്യം ജോൺസ് കപ്പ്, BC ഗുപ്ത ട്രോഫി, SM അർജുന ട്രോഫി, ഇവയെല്ലാം എന്ത് റിലേറ്റഡ് ആണ്? ബാസ്കറ്റ്ബോൾ റിലേറ്റഡ് ആണ്. ഹോഫ്മാൻ കപ്പ്, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ത് റിലേറ്റഡ് ആണ്? ലോൺ ടെന്നീസ് റിലേറ്റഡ് കപ്സ് ആണ്. ഹോഫ്മാൻ കപ്പ്, ഫ്രഞ്ച് ഓപ്പൺ കപ്പ്, വിംബിൾഡൺ കപ്പ്, ഓസ്ട്രേലിയൻ ഓപ്പൺ കപ്പുകൾ ലോൺ ടെന്നീസ് റിലേറ്റഡ്. പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് എന്ത് റിലേറ്റഡ് ആണ്? പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് ഗോൾഫ് റിലേറ്റഡ് ആണ്. പ്രിൻസ് ഓഫ് വെയിൽസ് ഗോൾഫ് റിലേറ്റഡ് കപ്പാണ്. ഇസ്ര കപ്പ്, രാധാമോഹൻ കപ്പ്, കിങ്സ് കപ്പ്, വിൻജെസ്റ്റർ കപ്പ് എന്ത് റിലേറ്റഡ് ആണ്? പോളോ റിലേറ്റഡ്. ഇസ്ര കപ്പ്, രാധാമോഹൻ കപ്പ്, കിങ്സ് കപ്പ്, വിൻജെസ്റ്റർ കപ്പ് പോളോ റിലേറ്റഡ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ. എത്ര എണ്ണമാണുള്ളത്? 17 എണ്ണമാണുള്ളത്. 17 ഇമ്പോർട്ടൻറ്റ് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളാണുള്ളത്. ഒന്നാമത്തത് കേരള കലാമണ്ഡലമാണ്. എവിടെയാണ്? തൃശ്ശൂരാണ്. എന്നാൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1930-ലാണ്. 1930 തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം. കേരള സാഹിത്യ അക്കാദമി 1956-ലാണ്. 1956 തൃശ്ശൂരാണ്. അതായത് കേരള പിറവി വർഷം. ഓക്കെ, 1956 കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂരിൽ തന്നെയാണ്. ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള കലാമണ്ഡലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂര്. കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂര്. കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂരാണ്. 1958. കേരള ലളിതകലാ അക്കാദമി 1962-ലാണ് സ്ഥാപിതമായിട്ടുള്ളത്. തൃശ്ശൂർ ചെമ്പുകാവ്. കേരള ഫോക്ലോർ നാടൻ കലാ അക്കാദമി എവിടെയാണുള്ളത്? കണ്ണൂരാണ്. കണ്ണൂർ ചിറക്കലിലാണുള്ളത്. കേരള ഫോക്ലോർ നാടൻ കലാ അക്കാദമി കണ്ണൂർ ചിറക്കലിലാണുള്ളത്. 1995 ആണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1968-ലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1968-ലാണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. തിരുവനന്തപുരം നളന്ദയിലാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്
എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് തന്നെയാണ്. 1981 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എവിടെയാണ്? കോഴിക്കോടാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോഴിക്കോട് ആണ് സ്ഥിതി ചെയ്യുന്നത്. 1962 നിലവിൽ വന്നത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്താണ്. 1998 നിലവിൽ വന്നത്. മലയാള മിഷൻ 2009 നിലവിൽ വന്നത്. തിരുവനന്തപുരം തൈക്കാടിലാണ് മലയാള മിഷൻ സ്ഥിതി ചെയ്യുന്നത്. ഭാരത് ഭവൻ തിരുവനന്തപുരം തൈക്കാടിൽ തന്നെയാണ്. അപ്പൊ മലയാള മിഷനും ഭാരത് ഭവനും തൈക്കാട് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭാരത് ഭവൻ 1984 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ 2001 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. തിരുവനന്തപുരം നളന്തയിലാണ്. തിരുവനന്തപുരം നളന്ത. വാസ്തുവിദ്യാ ഗുരുകുലം 1993 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. പത്തനംതിട്ട ആറന്മുളയിലാണ് വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാന സർവ വിജ്ഞാന കോശം എവിടെ സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. 1961 നിലവിൽ വന്നത്. മാർഗി അതായത് കഥകളി, കൂടിയാട്ടം, ഈ സാംസ്കാരിക സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. മാർഗി. പൈതൃക പഠന കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നത്? എറണാകുളത്തും തൃപ്പൂണിത്തുറയിലാണ്. പൈതൃക പഠന കേന്ദ്രം തൃപ്പൂണിത്തുറ, എറണാകുളം. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം എവിടെ സ്ഥിതി ചെയ്യുന്നത്? വട്ടിയൂർക്കാവാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. Okay, thank you so much for listening me. We'll see you next video. Thank you very much. Bye.